നമ്മളെ കുട്ടിക്കാലം ഓർക്കുമ്പോഴേ ഇറ്റ്സ് ലൈക്ക് നല്ല തൊട്ടിൽ, പിയർ സോപ്പ്, ജോൺസൺസ് ബേബി പൗഡർ, മിൽക്ക് പൗഡേഴ്സ്, പിന്നെ വിശക്കുമ്പോൾ ബ്രസ്റ്റ് മിൽക്ക്, പെയിൻ, സിസേറിയൻ പെയിൻ, ദേ വിൽ ട്രീറ്റ് നമ്മളൊരു രാജകുമാരനോ രാജകുമാരിയെ പോലെയൊക്കെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് അവർ. പക്ഷേ അറ്റ് ദ എൻഡ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത് ദുർഗന്ധം നിറഞ്ഞ മുറികളും വേദന നിറഞ്ഞ മുറിവുകളുമാണോ നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത്? ഓ ഇവർ മരിക്കുമ്പം ഇവരിങ്ങനെ മരിച്ചാൽ മതി, അങ്ങനെയല്ല. മരണത്തിലും ഒരു അന്തസ്സ്, ഡിഗ്നിറ്റി ഇൻ ഡെത്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്കത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. എല്ലാ ഓൾഡ് ഏജ് പീപ്പിൾസിനോടും എനിക്കുള്ള റിക്വസ്റ്റാണ്, അറ്റ് ദ എൻഡ് ആ റിട്ടയർമെൻറ്റ് ടൈം വളരെ എക്സ്പെൻസീവാണ്. സോ പെൻഷൻ പൈസ ബാങ്കിൽ സൂക്ഷിച്ചാൽ ബെനിഫിഷ്യലായി മാറും. അപ്പോൾ ഈ നമ്മൾ കിടന്ന് കഴിയുമ്പോഴത്തേക്ക് മുറിക്കുള്ളിൽ ദുർഗന്ധം വരാതിരിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രഷർ സോർ വന്ന് അതിൽ പഴുപ്പും പുഴുവും വരാതിരിക്കാൻ ഞാൻ ഇങ്ങനെ ഗ്ലൗസ് ഇട്ട കൈകളാൽ കോരിയെടുക്കാറുണ്ട് പുഴുവും പഴുപ്പും വലിയ വലിയ മുറിവുകളിൽ നിന്ന്. പിന്നെ എനിക്ക് ഒരിക്കലും അങ്ങനെ ഛർദിലോ പിന്നെ ഫുഡ് കഴിക്കുമ്പോഴോ, എനിക്കിപ്പോൾ വേണമെങ്കിൽ ഇവിടെ ഒരു പുഴുത്ത മുറിവുണ്ടെങ്കിൽ എനിക്ക് അപ്പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ പറ്റും. അതെനിക്ക് ദൈവം തന്ന വലിയൊരു ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നുണ്ട്. സോ ഇവരെ വീട്ടിൽ കിടന്നു പോയിട്ടുണ്ടെങ്കിൽ 2 ദിവസത്തിലൊരിക്കലെങ്കിലും കുളിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം. കാരണം ഒരു ഫാമിലി ആകുമ്പോൾ 4-5 കൂട്ടുകുടുംബം കാണുമല്ലോ, അവരിലൊരു 4 പേര് ചേർന്നാൽ ഒരാളെ എടുത്തിരുത്തി 3 ദിവസത്തിലൊരിക്കൽ കുളിപ്പിക്കാൻ നമുക്ക് പറ്റും. ഇനി ഈ പുറം പൊട്ടിയിട്ട് പുഴു വരുന്നതിന് പകരം നമുക്ക് പുറത്ത് കുറച്ച് മോയ്സ്ചറൈസർ പുരട്ടി കൊടുക്കാം. കിടക്കുന്ന ഒരാൾക്ക് കുറച്ച് മോയ്സ്ചറൈസർ പുരട്ടി കൊടുക്കാം ദേഹത്ത്. പിന്നെ പ്രഷർ സോഴ്സ് ലൈക്ക് ഈ ഈ കഴുത്തിൻ്റെ ഈ പുറകിൽ, ഈ ബട്ടക്സിൻ്റെ അവിടെ ഒക്കെ നമുക്ക് ആ പ്രഷർ പ്രിവെൻറ്റ് ചെയ്യാൻ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. നിങ്ങൾക്കൊരു നേഴ്സിനെ കോണ്ടാക്ട് ചെയ്താൽ അത് കിട്ടും, പാലിയേറ്റീവ് കെയർ സെൻറ്റേഴ്സ്. അപ്പോൾ ഇത് ചെയ്തു കൊടുക്കുക വഴി മുറികളിലെ ദുർഗന്ധം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ മൗത്ത് കെയർ, വാ എങ്ങനെ ക്ലീനാക്കി വെക്കുന്നത്. പിന്നെ ഇവരുടെ ഈ മുറിവുകൾ ഉണങ്ങണമെങ്കിൽ പ്രോട്ടീനുള്ള ഫുഡ് വേണം. ഇത് 3 കുറിച്ചൊരു അറിവുണ്ടെങ്കിൽ എൻ്റെ അമ്മയുടെ റൂം അത് അടച്ചിട്ടേക്ക്, അങ്ങോട്ടേക്ക് കയറണ്ട. അത് ഇറ്റ്സ് പെയിൻഫുൾ, ഇറ്റ്സ് വെരി 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 പെയിൻഫുൾ, ഇറ്റ്സ് എൻ്റെ അമ്മയുടെ മുറി, എൻ്റെ അച്ഛൻ്റെ മുറി അത് അടച്ചിട്ടേക്കു, അങ്ങനെ കയറണ്ട. കയറാൻ പറ്റും, നമുക്ക് സമ്മതിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ മെഡിക്കൽ പേഴ്സൺസ് അല്ലാത്തവർക്ക് ഈ സ്മെല്ലൊക്കെ കുറച്ച് പ്രശ്നം, ഒരു 2 ചാർക്കോൾ പീസിൽ തീരാവുന്നതേ ഉള്ളൂ. അങ്ങനെ ദുർഗന്ധം വരുന്നെങ്കിൽ കട്ടിലിൻ്റെ ഇടയിൽ 2 ചാർക്കോൾ പീസ് ഇടാം. അത് ചാർക്കോൾ ആ സ്മെല്ലിനെ അബ്സോർബ് ചെയ്യും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനിയുള്ള വീഡിയോയിൽ നമുക്ക് പറയാം. സോ പ്ലീസ് ബി